രാമ രാമ രാമ. എന്താടാ എന്ത് സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? ഒന്നുമില്ല. കല്യാണത്തിൻ്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ? രാമ രാമ രാമ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ഇരിക്കോ ഇരിക്കോ, അവളിപ്പോ വരൂ കേട്ടോ. മോളെ കല്യാണി. കൂടെ പഠിച്ചാണോ? അല്ല, ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാൻ. ഹായ്, വരൂ അങ്ങോട്ടേ ഇരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഫസ്റ്റിനല്ലേ കല്യാണം? എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ല ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. നിങ്ങൾ രണ്ടുപേരോടും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, സുധയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത്, സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ്, അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്നുവെച്ചാ ലൈഫ് ലോങ് ഇത് ഇങ്ങനെയായിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയവും പൈസയൊക്കെ ചെലവാക്കും. അതല്ല വേണ്ടത്.